أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد الحمد لله അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ വിശേഷണം ചെയ്തുകൊണ്ട് മാനസിക വ്യവഹാരവും ആലോചനയും സ്നേഹസ്മൃതികളും എല്ലാം അയവിറക്കിക്കൊണ്ട് കടന്നുപോകുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ ശമാഇലിന്റെ ക്ലാസ്സിൽ വലിയ പ്രതീക്ഷയോടുകൂടി നാം ഒരുമിച്ച് കൂട്ടുന്നത്. അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരികയും പാരത്രിക ലോകത്ത് വിജയിക്കാൻ ഉപകാരപ്പെടുന്നതായി അല്ലാഹു ഖബൂൽ ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും പ്രൈവറ്റ് ചാറ്റുകളിലൂടെ അനുബന്ധമായ വിശദീകരണങ്ങളും തുടർവായനക്കുള്ള താല്പര്യങ്ങളും വ്യക്തതയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ശാരീരികമായ ഒരു സദസ്സിൽ ഒരുമിച്ചുകൂടി സംഘടിപ്പിക്കാൻ സാഹചര്യം ലഭിച്ചിട്ടില്ലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ടുള്ള നമ്മുടെ ഈ മാനസികമായും വൈജ്ഞാനികമായുമുള്ള ഈ ഒരുമിച്ചുകൂടൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പൊതുവായി പങ്കുവെക്കണമെന്ന് തോന്നിയ ഉയർന്നു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തിന്റെ തലമുടിയുടെ നീളത്തെക്കുറിച്ച് പറയുമ്പോൾ 3 അവസ്ഥകളെ കുറിച്ചാണ് നാം പറഞ്ഞത്. അപ്പോൾ ഒരു അനുവാചകന്റെ സംശയം, നമുക്കും അങ്ങനെ ആയിക്കൂടെ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഉലമാ അത്തരം രീതി സ്വീകരിക്കുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിലെ കേശങ്ങൾ വളർന്ന് ചെവിക്കുറ്റി വരെയും അല്പം താഴെയും ചുമല് വരെയും ഒക്കെയുള്ള 3 അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ ഉലമാ അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്ന് നമ്മെ പരിശീലിപ്പിച്ചത് ആ രീതിയിൽ വളരെ കുറവാണ്. അങ്ങനെ ജായിസാണ് എന്നാണ് അതിന്റെ ഒരു ശരിയായ വശം. പിന്നെ മുടിയെ വേണ്ടതുപോലെ പരിപാലിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ വളർത്താതിരിക്കുക എന്നതുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ലാവണ്യം അപ്രകാരം നമ്മൾ വായിക്കുമ്പോഴും അവിടുന്ന് സദസ്സിലേക്ക് കടന്നു വന്ന ഖുറൈം എന്ന ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, നിഅമർ റജുലു, നല്ല മനുഷ്യനാണ്, ആ മുടിയുടെ നീളം ഒന്ന് കുറഞ്ഞിരുന്നാൽ നന്നായിരുന്നു. അപ്പൊ മുടിയുടെ നീളം കൂടിയതിന്റെ പേരിൽ ഒരു സ്വഹാബിയെ ചിട്ട പഠിപ്പിച്ച് നീളം കുറക്കാൻ വേണ്ടി താല്പര്യമറിയിക്കുന്നു. അതൊന്നിലേറെ സംഭവങ്ങളുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനാബത്തിന്റെ ഗൗരവം അഥവാ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ സൂക്ഷിക്കാൻ പറ്റുന്നതിന്റെ കാര്യഗൗരവം അറിഞ്ഞതു മുതൽ പിന്നെ ഹൽഖ് ചെയ്യുകയോ പറ്റ ചെറുതായി മുടിവെട്ടുകയോ ചെയ്യുന്ന ശീലമാണ് അലി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഉലമാ പ്രത്യേകിച്ചും
ആഗോളതലത്തിൽ തന്നെ ഏറെ ഉലമാവും അത്തരം ചില കർമ്മശാസ്ത്ര വശങ്ങളെയും അനുഷ്ഠാന രീതികളെയും നമ്മുടെ മസാലിഹുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ആദാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളത്. അപ്പൊ നാം നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെയാണ് പകർത്തേണ്ടത്. അത് തിരുചര്യയുടെ വ്യാഖ്യാനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പാലിച്ചിരുന്ന ചിട്ടകൾ ചിലത് അവിടത്തേക്ക് മാത്രം വിശേഷപ്പെട്ടതും അവിടത്തേക്ക് മാത്രം സൂക്ഷിക്കാൻ കഴിയുന്നതും ഉണ്ടാകും. ഇത് കർമ്മശാസ്ത്ര വിശകലനങ്ങളുടെ വേദിയല്ലാത്തത് കൊണ്ടാണ് അത്തരം നിർദ്ധാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാത്തത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമിക കാഴ്ചപ്പാട് ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഒക്കെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, ത്വയ്ബ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ. അതിന്റെ നമ്പർ ഇപ്പോൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. സ്ഥിരമായി ഈ ക്ലാസ് പൂർത്തിയാകുന്നത് വരെ വഫഖന അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിക്കുന്ന ആളുകൾക്ക് ഒരു സൂമിലൂടെയോ മറ്റോ ഒരു കോൺഫറൻസ് റൂമിൽ അവസാനം ഒരല്പസമയം ഒരു ഹദീസെങ്കിലും തബറുക്കിന് വേണ്ടി ഓതി ഈ ഖത്മിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് ത്വയ്ബയുടെ ആഭിമുഖ്യത്തിൽ താല്പര്യമുണ്ട്. തുടർന്ന് അങ്ങോട്ടും വ്യത്യസ്തങ്ങളായ മത്തനുകൾ പാരായണം ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവും പഠനവും നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ ദുആവും പങ്കാളിത്തവും താല്പര്യവും എല്ലാം വേണം. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള അമല് അർജാ അമൽ, എല്ലാ അമലുകളെക്കാളും ആഖിറത്തിലേക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. അത് നാളെ വമുൻദു അൽദംതു അഫ്കാരി മദായിഹു വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി എന്ന് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്റെ പേര് മുഹമ്മദ് എന്നുണ്ട്. فإن لي ذمة منه بتسميتي محمدا فهو أوفى الخلق بالذمم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, ആ പേര് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. നാളെ സമപ്പേരുകാർ പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാലെങ്കിലും എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിലെത്താമല്ലോ. അങ്ങനെയുള്ള ആശകൾ വെച്ച വലിയ മഹത്വക്കലുണ്ടെങ്കിൽ നമുക്ക് ആശ വെക്കാനുള്ളത് ഈ നിമിഷങ്ങളും ഈ പാരായണങ്ങളും മാത്രമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നീട് സുറുമയെ കുറിച്ച് പരാമർശിച്ചപ്പോൾ സാധാരണ എല്ലാ സുറുമ കമ്പനിക്കാരും പറയുന്നത് അവർ അഞ്ഞനക്കല്ലിന്റെ പൊടി തന്നെയാണ് സുറുമയായി തരുന്നത് എന്നാണ്. കൃത്രിമമായ നിർമ്മിതികളും ഉണ്ടാകാം. അല്ലാതെ പ്രത്യേകമായ കല്ല് എവിടെ നിന്ന് വാങ്ങി പൊടിക്കാൻ കഴിയും? മക്കയിലെ ബുഖൂറുകളുടെ കടയിലൊക്കെ ഒറ്റപ്പെട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കല്ല്. അത് വാങ്ങിക്കൊണ്ടുപോയി പൊടിച്ച് സുറുമ എഴുതാൻ പറ്റുന്ന വിധത്തിൽ കണ്ടിട്ടുണ്ട്. അതായിരിക്കണം. അതങ്ങനെ ഹറമിന്റെ പരിസരത്തുള്ള കടകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവ ചിലത് ഉന്നയിച്ച സംശയമാണ്. അതുകൊണ്ട് ഞാനത് നിവാരണം വരുത്തിയെന്നേ ഉള്ളൂ. സുനനുകൾ പാലിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖും മഹബ്ബത്തും വേണ്ടതുപോലെ ആകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാബു മാ ജാഅ ഫീ സിഫത്തി ഖുബൂസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൊട്ടിയെക്കുറിച്ച് പറയുകയാണ്. ഹദ്ദസനാ മുഹമ്മദ് ബിൻ മുസന്ന
ومحمد بن بشار قال حدثنا محمد بن جعفر حدثنا شعبة عن أبي إسحاق قال سمعت عبد الرحمن بن يزيد يحدث عن الأسود بن يزيد عن عائشة رضي الله تعالى عنها وعنه أنها قالت. ഈ പറയപ്പെട്ട മഹാന്മാരുടെ ഒക്കെ പേര് വായിക്കുമ്പോൾ ചില അനുവാചകരിൽ അതിന്റെ പ്രാധാന്യം ഇനിയും മനസ്സിലാകാനുണ്ട്. അവരിലൂടെയാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കണ്ടവരിൽ നിന്ന് കേട്ടു, അവരിൽ നിന്ന് പകർത്തി അങ്ങനെ വന്ന പരമ്പരയാണ്. നമ്മൾ പറയുന്ന പ്രസ്താവനകളുടെ ആധികാരികത ഈ പറയുന്ന വ്യക്തികളുടെ പരമ്പരയിലൂടെയാണ് നിലകൊള്ളുന്നത്. അതാണ് അതിന്റെ കാരണം. പിന്നെ അവരുടെ ഒക്കെ പേര് പാരായണം ചെയ്യുക വഴി നമുക്ക് ലഭിക്കേണ്ട ഒരു അനുഗ്രഹം. ഇതൊരു വഅളല്ല. അതുകൊണ്ട് അത്തരമൊരു ശൈലിയിലോ രീതിയിലോ നമുക്കിതിപ്പോൾ പറയാൻ അസൗകര്യം. തീർത്തും ഹദീസിന്റെ ഒരു പാരായണവും പ്രാഥമിക ആശയം പങ്കുവെക്കലുമാണ്. ചില സഹോദരന്മാർ താല്പര്യത്തോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ കേൾക്കണം, അറിയണമെന്ന ആഗ്രഹത്തിൽ വഅദ് ഈ ക്ലാസ്സിൽ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവരുടെ പ്രതീക്ഷയും താല്പര്യവും ഒക്കെ നല്ലതാണ്. പക്ഷേ നമുക്കിതിന്റെ ഒരു ചില ഘടനകൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വായിച്ച് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, മാ ശബഅ ആലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം വയർ നിറച്ചിട്ടില്ല. حدثنا عباس بن محمد الدوري حدثنا يحيى بن أبي بكير حدثنا حريز بن عثمان عن سليم بن عامر قال سمعت أبا أمامة يقول ما كان يفضل عن أهل بيت رسول الله صلى الله عليه وسلم خبز الشعير, തൊലികളഞ്ഞ ഗോതമ്പിന്റെ റൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അധികം വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ മിച്ചം വന്നിട്ടില്ല. ആവശ്യത്തിന് തന്നെ തികയാതിരിക്കുമ്പോൾ മിച്ചം വരില്ലല്ലോ. حدثنا عبد الله بن معاوية الجمحي حدثنا ثابت بن يزيد عن هلال بن خباب عن إكرمة عن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يبيت الليالي المتتابعة طاويا هو واهله لا يجدون عشاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ കുടുംബവും എത്രയോ രാവുകളിൽ അത്താഴം കിട്ടാതെ ജീവിച്ചിട്ടുണ്ട്. വകാന അക്സറു ഖുബുസിഹിം, ഏറെയും അവർക്ക് കഴിക്കാൻ ലഭിച്ചിരുന്നത് ഖുബുസു ശഈരി, തൊലികളഞ്ഞ ഗോതമ്പിന്റെ റൊട്ടിയായിരുന്നു. അത് തന്നെ വയറ് നിറക്കാനും എല്ലാ ദിവസവും അവിടുത്തെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹു തആല നമുക്ക് തന്ന ഈ ഔദാര്യങ്ങളൊക്കെ പരലോകത്തെ സൗകര്യങ്ങൾക്ക് കുറവാകാൻ കാരണമായി പോകുമോ എന്ന് പേടിക്കേണ്ടവരാണ്. حدثنا عبد الله بن عبد الرحمن حدثنا عبد الله بن عبد المجيد الحنفي حدثنا عبد الرحمن وهو بن عبد الله بن دينار حدثنا أبو حازم سلمة بن دينار المدني مولى الأسود بن سفيان عن سهل بن سعد أنه قيل له أكل رسول الله صلى الله عليه وسلم النقية يعني الحوارية, നേർത്ത് വെളുത്ത ഗോതമ്പ് റൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടോ? നേർത്ത് വെളുത്ത ഗോതമ്പത്തിന്റെ റൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടോ? ഫഖാല സഹലുൻ, സഹൽ എന്നവർ പറഞ്ഞു, മാ റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഖിയ,
അങ്ങനെയുള്ള നേർത്ത റൊട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. ഹത്താ ലഖിയല്ലാഹു അസ്സ വജല്ല, ലോകത്തോട് വഫാത്താകുന്നത് വരെ. ഫഖീല ലഹു, അപ്പോൾ ചോദിക്കപ്പെട്ടു, ഹൽ കാനത് ലക്കും മനാഖിലു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് തരിപ്പ അഥവാ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ ഉമി കളയാൻ വേണ്ടി അരിക്കുന്ന ചെറിയ നെറ്റ് അതുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതിന്റെ ഉമി പാറ്റിക്കളയാനുള്ള മുറം, രണ്ടു നിലക്കുമാകാം. ഖാല മാ കാനത് ലനാ മനാഖിലു, ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അരിപ്പയൊന്നും. ഫഖീല ലഹു കൈഫ കുൻതും തസ്നഊന ബിശ്ശഈരി, അപ്പോൾ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ചെയ്തിരുന്നത്? എങ്ങനെയാണ് അതിന്റെ ഉമി പാറ്റിക്കളഞ്ഞിരുന്നത്? ഖാല കുന്നാ നൻഫുഹു ഫയതീറു മിൻഹു മാ ത്വാറ, മെല്ലെ ഒന്ന് ഊതും, ഇടിച്ച് പൊടിയാക്കിയിട്ട് ഒന്ന് ഊതുമ്പോൾ പോകുന്ന ഉമിയൊക്കെ പോകും. സുമ്മ നഅ്ജുനുഹു, പിന്നെ ഞങ്ങൾ കുഴച്ച് റൊട്ടി ഉണ്ടാക്കും. അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൗകര്യങ്ങൾ, ഉപകരണങ്ങളുടെ ഒക്കെ വ്യാപ്തിയും അഫ്ദലുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളുടെ വ്യാപ്തിയും അല്ലാഹു തആല ദുനിയാവിൽ ഇങ്ങനെ തുറന്ന് നമുക്ക് ഒരുപാട് തന്നു. അതുകൊണ്ട് ആഖിറം മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ഒഴിവാക്കി അതുപോലെ ജീവിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചോളണമെന്നില്ല. പക്ഷേ അതിന്റെ പിന്നിൽ അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിക ചിട്ടകളെയും മറന്നു പോകരുത്. സഹോദരിമാര് പലരും ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരി ഇത് തത്സമയം തന്നെ ടെക്സ്റ്റാക്കി വായിക്കാനുള്ള സൗകര്യം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഓർക്കണം. സൗകര്യങ്ങളും ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്നതിനെ കുറിച്ചും വിശിഷ്യ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ സൗകര്യമൊക്കെ ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ കുറയും. حدثنا محمد بن بشار أخبرنا معاذ بن هشام قال حدثني أبي عن يونس عن قتادة عن أنس بن مالك رضي الله عنه. أنس بن مالك رضي الله عنه النبيذنا قال ما أكل نبي الله صلى الله عليه وسلم على خوان ولا في سكرجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീന്മേശയിലോ തളികയിലോ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓരോരുത്തർക്കും വൈറ്റ് എന്നുള്ള നിലക്കുള്ള തളിക, അല്ലെങ്കിൽ കറിക്ക് വേണ്ടിയുള്ള ചെറിയ പാത്രം, രണ്ടിനും പറയും. ഇനാഉൻ സഗീറുൻ യുഅക്കലു ഫീഹി ഷൈഉൽ ഖലീലു മിനൽ ഇദാം. വലാ ഖുബിസ ലഹു മുറഖഖുൻ, നേർത്ത പൊടി കൊണ്ട് റൊട്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുമില്ല. ടേബിളിന്റെ മേൽ വെച്ച് കഴിച്ചിട്ടുമില്ല. അതിന്റെ അർത്ഥം അത് ജായിസ് അല്ല എന്നല്ല, ജായിസാണ്. ഇന്ന് ഭക്ഷണം കൂടാനുള്ളൊരു കാരണം അതാണ്. നിലത്തിരുന്ന് മുട്ട് നാട്ടി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് കഴിച്ചാൽ. ഫഖുൽതു ലിഖതാദത, ഇത് പറഞ്ഞ ഖതാദത്ത് എന്നവരോട് ഞാൻ ചോദിച്ചു, ഫഅലാ മാ കാനു യഅകുലൂന, എന്തിന്മേലാണ് അവിടുന്ന് കഴിച്ചിരുന്നത്? ഖാല അലാ ഹാദിഹി സുഫരി, ഈ കാണുന്ന സുപ്രയുടെ മേൽ. അപ്പൊ സുപ്രയിൽ വെച്ചിട്ടാണ് കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് കഴിച്ചിട്ടില്ല. നാട്ടിലൊക്കെ വലിയ സൗകര്യമുള്ളവരും ഗൾഫിൽ കുറെയൊക്കെ അങ്ങനെയൊക്കെ പാലിക്കുന്നു.
അത് പിന്നെ ജവാസുള്ളതാണ്, ഇനി മേലെ വെച്ച് കഴിച്ച് കുറ്റാന്നല്ല. قال محمد بن بشار يونس هذا الذي روى عن قتادة هو يونس الإسكاف. ആളെ ഐഡന്റിഫൈ ചെയ്തതാണ്. حدثنا أحمد بن منيع حدثنا عباد بن عباد المهلبي عن مجالد عن الشعبي عن مسروق قال دخلت على عائشة رضي الله تعالى عنها وعنهم فدعت لي بطعام. മഹദി അവർകൾ എന്നെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു. وقالت ما أشبع من طعام فأشاء أن أبكي إلا بكيت. ഞാൻ എപ്പോ ഭക്ഷണം എടുത്തു വെച്ചാലും അങ്ങനെ ഓർമ്മ വരുമ്പോ അങ്ങോട്ട് കരഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അങ്ങ് കരഞ്ഞു പോകും. ഖുൽതു, ഞാൻ ചോദിച്ചു, ലിമ, എന്തുകൊണ്ടാണ്? ഖാലത്ത് അദ്കുറുൽ ഹാല അല്ലത്തി ഫാറഖ അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കും. വല്ലാഹി മാ ശബഅ മിൻ ഖുബ്സിൻ വലാ ലഹ്മിൻ മറത്തൈൻ ഫീ യൗമിൻ. ഒരു ദിവസം പോലും രണ്ടു നേരം റൊട്ടിയും മാംസവും കഴിച്ചത് ഓർമ്മയിലേ ഇല്ല. അതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുമ്പോ അതിങ്ങനെ ഓർമ്മ വരും. അപ്പൊ ഇങ്ങനെ കരയാണ്ടിരിക്കാൻ കഴിയൂല എന്ന് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു. حدثنا محمود بن غيلان أخبرنا أبو داود حدثنا شعبة عن نبي إسحاق قال سمعت عبد الرحمن بن يزيد يحدث عن الأسود بن يزيد عن عائشة رضي الله تعالى عنها وعنهم قالت ما شبع رسول الله صلى الله عليه وسلم من خبز الشعير يومين متتابعين حتى قبضا. തൊലികളഞ്ഞ ഗോതമ്പിന്റെ റൊട്ടി 2 ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല, അവിടത്തേക്ക് ലഭിച്ചിരുന്നില്ല. حدثنا عبد الله بن عبد الرحمن حدثنا عبد الله بن عمرو أبو معمر حدثنا عبد الوارث عن سعيد بن عروبة عن قتادة عن أنس رضي الله عنه وعنهم قال ما أكل رسول الله صلى الله عليه وسلم على خوان. ഉയർന്ന ടേബിളിന്റെ പുറത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാ അകല ഖുബ്സൻ മുറഖഖൻ ഹത്താ മാത. അവിടുന്ന് നേർത്ത റൊട്ടിയും കഴിച്ചിട്ടില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുമ്പോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ബസ്രയിലെത്തി. അപ്പോൾ നല്ല നേർത്ത റൊട്ടിയും നന്നായി പാചകം ചെയ്ത ആടുമാംസത്തിന്റെ കറിയും കൊണ്ടുവച്ചപ്പോൾ അത് കണ്ട മാത്രയിൽ ഇരുന്നു കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മായുബിക്കീക അനസ്, അനസ് എന്നവരെ എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആലോചിച്ചിട്ട് കരഞ്ഞാണ്. അന്നത്തെ ഭക്ഷണവും അന്നത്തെ രീതിയും. അല്ലാഹ്. ബാബു മാ ജാഅ ഫീ സിഫത്തി ഇദാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടാൻ കറി. حدثنا محمد بن سهل بن عسكر وعبد الله بن عبد الرحمن قال أخبرنا يحيى بن حسان حدثنا سليمان بن بلال عن هشام بن عروة عن نبيه عن عائشة رضي الله تعالى عنها أن رسول الله صلى الله عليه وسلم قال മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമൽ ഇദാമു അൽ ഖല്ലു. സുർക്ക, വിനഗിരി, സുർക്ക എത്ര നല്ല കറിയാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ അവിൽ ഇദാമു അൽ ഖല്ലു. അൽ ഇദാമു അൽ ഖല്ലു എന്നാണ് പറഞ്ഞത്. നല്ല കറിയാണ്. അപ്പോ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ലളിതമായ ജീവിതം നയിക്കുന്നവർക്ക് ഒരു മിനിമം ബജറ്റ് അല്ലെങ്കിൽ വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂട്ടാൻ പറ്റുന്ന ഒരു സാധനം എന്ന നിലക്ക് അവിടുന്ന് പറഞ്ഞു.
حدثنا قتيبة حدثنا أبو الأحوص عن سماك بن حرب قال سمعت النعمان بن بشير يقول ألستم في طعام وشراب ما شئتم നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടം പോലെ ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. വമാ യജിദു മിനദ്ദഖലി മാ യംലഉ ബത്നഹു, അവിടത്തേക്ക് വളരെ വില കുറഞ്ഞ ഉണങ്ങിയ നിലവാരത്തിൽ വളരെ കുറഞ്ഞതും ഉണങ്ങിയതുമായ കാരക്ക പോലും വയറ് നിറച്ചു കഴിക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നില്ല. حدثنا عبدة بن عبد الله الخزاعي حدثنا معاوية بن هشام عن سفيان عن محارب بن دثار عن جابر بن عبد الله قال قال رسول الله صلى الله عليه وسلم نعم الإدام الخل سرك نل كريان. حدثنا هناد حدثنا وكيع بن سفيان عن أيوب عن أبي قلابة عن زهدم الجرمي قال كنا عند أبي موسى الأشعري, ഞങ്ങൾ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രിയപ്പെട്ട വലിയ സ്ഥാനമുള്ള സ്വഹാബികളിൽ ഒരാളാണല്ലോ. ഖുർആൻ കൊണ്ട് വലിയ പാരായണത്തിൽ മഹത്വമുള്ളവർ. ഫഉതിയ ബിലഹ്മി ദജാജിൻ, കോഴി മാംസം കൊണ്ടുവരപ്പെട്ടു. ഫതനഹാ റജുലുൻ അനിൽ ഖൗമി മിനൽ ഖൗമി, അപ്പോൾ ഒരാൾ അതിൽ നിന്ന് വിട്ടുനിന്നു. ഫഖാല മാലക, എന്തേ? ഖാല ഇന്നി റഅയ്തുഹാ തഅകുലു ഷൈഅൻ, ആ കോഴി എന്തോ ഒരു മാലിന്യം ആകാത്തത് കഴിക്കുന്നത് കണ്ടു. ഫഹലഫ്തു അല്ലാ അകുലഹ, അപ്പൊ ഞാൻ തീരുമാനിച്ചു കഴിക്കണ്ട. ഖാല ഉദ്നു, ഇങ്ങോട്ട് വന്നേ, അടുത്തിരുന്നേ. ഫഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ലഹ്മ ദജാജിൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കോഴി മാംസം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട്. حدثنا الفضل بن سهل الأعرج البغدادي حدثنا إبراهيم بن عبد الرحمن بن مهدي عن إبراهيم بن عمر بن سفينة عن نبيه عن جده قال أكلت مع رسول الله صلى الله عليه وسلم لحم حبارا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബാറ പക്ഷിയുടെ മാംസം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ത്വായിറുൻ ത്വീലുൽ ഉനുഖി ഫീ മിൻഖാരിഹി ബഅദു തൂലിൻ, നല്ല സ്പീഡിൽ പറക്കുന്ന ചുണ്ട് നീളമുള്ള കഴുത്തിന് നീളമുള്ള ഒരു തരം പക്ഷിയാണ്. ഹുബാറ എന്നുള്ളത് ആണിനും പെണ്ണിനും കൂട്ടത്തിൽ ഒന്നിനും കൂട്ടത്തിനും ഒക്കെ പറയും. അങ്ങനെയുള്ള പക്ഷിയുടെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട്. حدثنا علي بن حجر حدثنا إسماعيل بن إبراهيم عن أيوب عن القاسم التميمي عن زهدم الجرمي قال كنا عند أبي موسى, ഞങ്ങൾ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അടുക്കലായിരുന്നു. قال فقدم طعامه وقدم في طعامه لحم دجاج, ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ ഭക്ഷണം ഹാജരായപ്പോൾ അതിൽ കോഴി മാംസം കൊണ്ടുവന്നു. وفي القوم رجل من تيم الله أحمر كأنه مولى, ഒരടിമയെ പോലെയുണ്ട്, ചുവന്ന തൈമുള്ള ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കണ്ടു, താഴ്വരയിലുള്ള. അല്ലെങ്കിൽ റജുലുൻ മിൻ അബ്ദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ ഒരാളുണ്ട്. കന്നഹു മൗല, കണ്ടപ്പോ തന്റെ അടിമന്റെ മാതിരിയുണ്ട്. ഖാല ഫലം യദ്നു, അദ്ദേഹം അടുത്തേക്ക് വരുന്നില്ല. ഫഖാല ലഹു അബൂ മൂസ, അബൂ മൂസ അൽ-അശ്അരി തങ്ങൾ ചോദിച്ചു, എന്തേ? ഉദ്നു ഫഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കല മിൻഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും കഴിച്ചോളൂ. ഖാല ഇന്നി റഅയ്തുഹു യഅകുലു ശൈഅൻ ഫഖദറതുഹു,
ഒരു മോശപ്പെട്ടത് അത് കഴിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് കോഴി ഒരു മോശപ്പെട്ടത് തിന്നുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഫഹലഫ്തുഹു അല്ലാ തഅമഹു അബദ, അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി ഒന്നും കഴിക്കൂല, അതുകൊണ്ടാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. حدثنا محمود بن غيلان أخبرنا أبو أحمد الزبيري وأبو نعيم قال حدثنا سفيان عن عبد الله بن عيسى عن رجل من أهل الشام يقال له عطاء عن أبي أسيد قال رضي الله عنه قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുലു സൈത, ഒലീവ് സൈത്ത് നിങ്ങൾ കഴിച്ചോളൂ, വദ്ദഹിനൂ ബിഹി, അതിന്റെ ഓയിൽ കൊണ്ട് നിങ്ങൾ ലേപനം ചെയ്തോളൂ, ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ, അത് അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നുള്ളതാണ്. ഷജറത്തുൻ മുബാറക്കയാണ്. حدثنا يحيى بن موسى أخبرنا عبد الرزاق عن معمر عن زيد بن أسلم عن نبيه عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുലു സൈത വദ്ദഹിനൂ ബിഹി, നിങ്ങൾ ഒലീവ് കഴിക്കുകയും അതിന്റെ എണ്ണ ഉപയോഗിക്കുകയും ചെയ്തോളൂ, ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ, അത് അനുഗ്രഹീത വൃക്ഷത്തിൽ നിന്നുള്ളതാണ്. قال أبو عيسى وعبد الرزاق كان يضطرب في هذا الحديث فربما أسنده وربما أرسله. റിവായത്തുകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. ഇസ്നാദോടുകൂടി മിർസാലോടുകൂടി ഇസ്തിലാഹിയായ ഒരു പ്രയോഗമാണ് സാങ്കേതികമായി മുൽത്തറബായ ഹദീസ് എന്നുള്ളത്. ഓക്കെ. حدثنا السنجي وهو أبو داود سليمان بن معبد حدثنا عبد الرزاق عن معمر عن زيد بن أسلم عن نبيه عن النبي صلى الله عليه وسلم نحوه ولم يذكر فيه عن عمر. മറ്റൊരു നിവേദനത്തിൽ عن عمر എന്നില്ല. حدثنا محمد بن بشار حدثنا محمد بن جعفر وعبد الرحمن بن مهدي قال أخبرنا شعبة عن قتادة عن أنس بن مالك رضي الله عنه قال كان النبي صلى الله عليه وسلم يعجبه الدباء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചരങ്ങ വളരെ ഇഷ്ടമായിരുന്നു. ചരങ്ങ തെക്കുഭാഗത്തൊക്കെ ചരക്ക എന്ന് പറയും. ചരങ്ങ എന്നാണ് നോർത്തിലൊക്കെ പറയാം. മലബാറിലൊക്കെ റമദാനിൽ അത്താഴത്തിന്റെ ഭക്ഷണത്തിന്റെ കൂടെ ഒഴിച്ചുകൂടാനാവാത്തത് ചരങ്ങക്കറിയായി. فأتي بطعام أو دعي له, ഭക്ഷണം ഹാജരാക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഫജഅൽതു അതതബ്ബഉഹു, ഞാനിങ്ങനെ ചരങ്ങാ കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുത്തു, കറിയിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഫഅളഉഹു ബൈന യദൈഹി, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചു. ലിമാ അലമു അന്നഹു യുഹിബ്ബുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയുന്നുണ്ട്. കറി കൊണ്ടുവച്ചപ്പോ കറിയിൽ ഇങ്ങനെ ചരങ്ങാ കഷ്ണം തെരഞ്ഞെടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയുന്നുണ്ടാ. حدثنا قتيبة بن سعيد حدثنا حفص بن غياث عن إسماعيل بن أبي خالد عن حكيم بن جابر عن أبيه قال دخلت على النبي صلى الله عليه وسلم فرأيت عنده دباء يقطع. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി. അവിടുണ്ട് ചരങ്ങ കഷ്ണിക്കുന്നു. ഫഖുൽതു മാ ഹാദാ, എന്താ ഇത്? ഖാല നുകസ്സിറു, ഞങ്ങൾ ഇത് അധികം ഉപയോഗിക്കാറുണ്ട്. ബിഹി തആമന, ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഏറെ യൂസ് ചെയ്യാറ്, ഉപയോഗിക്കാറുണ്ട്. ഖാല അബൂ ഈസ വജാബിറുൻ ഹാദാ വജാബിറു ബിൻ ത്വാരിഖ്. ഇത് ജാബിർ ബിൻ ത്വാരിഖ് ആണ്. വയുഖാൽ ഇബ്നു അബി ത്വാരിഖ് വഹുവ റജുലുൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരിൽ ഒരാളാണ്. വലാ നഅരിഫു ലഹു ഇല്ലാ ഹാദൽ ഹദീസ് അൽ വാഹിദ്, ഈ ഒരു ഹദീസ് മാത്രമാണ് അവരുടെ നിവേദനത്തിൽ വന്നിട്ടുള്ളത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചരങ്ങ വലിയ ഇഷ്ടമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു അത് കറിയിൽ നിന്ന് തെരഞ്ഞെടുത്ത് വെച്ചു കൊടുത്തിരുന്നു. ഓക്കെ. حدثنا قتيبة بن سعيد عن مالك بن أنس عن إسحاق بن عبد الله بن أبي طلحة أنه سمع أنس بن مالك رضي الله عنه وعنهم يقول
ഇന്ന ഖയ്യാത്തൻ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഖയ്യാത്തൻ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിത്വആമിൻ സനഅഹു. ഒരു ടൈലർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് സ്വീകരിക്കും. പാവപ്പെട്ടവരുടെയും തുന്നൽക്കാരുടെയും പാവങ്ങളുടെ ഒക്കെ ക്ഷണം സ്വീകരിക്കും. അവിടുത്തെ വിനയം കൊണ്ട്. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഹബതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ദാലിക ത്വആമി. ആ സദ്യയിലേക്ക് ഞാനും പോയി. ഫഖറബ ഖുബ്സൻ മിൻ ശഈരിൻ. അപ്പോൾ തൊലികളഞ്ഞ ഗോതമ്പത്തിന്റെ റൊട്ടി കൊണ്ടുവന്നു വെച്ചു. വമറഖൻ ഫീഹി ദുബ്ബാഉൻ. ചെറിയൊരു പാത്രത്തിൽ ചരങ്ങാട കറി. വഖദീദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ചരങ്ങയുടെ ഒരു പാത്രത്തിൽ ചരങ്ങയും വഖദീദുൻ, ഉണക്കി വെയിലിൽ വെച്ച് ഉണക്കിയ പീസ് മാംസവും, ചെറിയ കഷ്ണം മാംസങ്ങളും. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതതബ്ബഉ ദുബ്ബാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ചരങ്ങ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത് കണ്ടു. ഹവാലയിൽ ഖസ്അതി, പാത്രത്തിൽ നിന്ന്. ലം അസൽ ഉഹിബ്ബു ദുബ്ബാഅ മിൻ യൗമഇദിൻ. അന്ന് മുതൽ എനിക്ക് ചരങ്ങയോട് വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. അൽ ഖസ്അത്ത് എന്ന് പറഞ്ഞാൽ വലിയ പാത്രം, മറക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രം. حدثنا أحمد بن إبراهيم الدورقي وسلمة بن شبيب ومحمود بن غيلان قالوا أخبرنا أبو أسامة عن هشام بن عروة عن أبيه عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يحب الحلواء والعسل. മധുരമുള്ള പലഹാരങ്ങളും തേനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. حدثنا الحسن بن محمد الزعفراني أخبرنا حجاج بن محمد قال ابن جريج أخبرنا محمد بن يوسف أن عطاء بن يسار أخبره أن أم سلمة رضي الله عنها أخبرته. سلمة رضي الله عنها പറഞ്ഞു, أنها قربت إلى رسول الله صلى الله عليه وسلم جنبا مشويا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത പൊരിച്ച ആടിന്റെ കൈ അല്ലെങ്കിൽ ആടിന്റെ കുറക് കൊണ്ടുവന്ന് കൊടുത്തു. ഫഅകലമിന്നു, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. സുമ്മ ഖാമ ഇല സ്വലാത്തി വമാ തവല്ലഅ. പിന്നെ നിസ്കാരത്തിലേക്ക് പോയി, വുളു എടുത്തില്ല. അഥവാ മാംസം കഴിച്ചതിന്റെ പേരിൽ വുളു പുതുക്കേണ്ടതില്ല എന്ന പഠനം നൽകുകയാണ്. തീ തട്ടിയത് കഴിച്ചാൽ വുളു എടുക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, അത് തിരുത്തുകയായിരുന്നു. حدثنا قتيبة حدثنا ابن لهيعة عن سليمان بن زياد عن عبد الله بن الحارث قال أكلنا مع رسول الله صلى الله عليه وسلم شواء في المسجد. പള്ളിയിൽ വെച്ച് റൊട്ടിയോടൊപ്പം ഞങ്ങൾ പൊരിച്ച മാംസം കഴിച്ചു. ശിവാഅൻ, ശവായ, ശിവാഅൻ. حدثنا محمود بن غيلان أخبرنا وكيع حدثنا مسعر عن أبي صخرة جامع بن شداد عن المغيرة بن عبد الله عن المغيرة بن شعبة قال ضفت مع رسول الله صلى الله عليه وسلم ذات ليلة. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമ്മൾ അതിഥിയായി. കുറക് പൊരിച്ചത് കൊണ്ടുവന്നു. പിന്നെ കത്തിയെടുത്തു. അതിൽ നിന്ന് കഷ്ണിച്ച് ഒരു കഷ്ണം തന്നു. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കത്തി താഴെ വെച്ചു. എന്താണ്
ബിലാൽ എന്നവരോട് പറഞ്ഞു തരിബത്തി യദാ. തരിബത്തി യദാ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഉദ്ദേശമില്ലാതെ അറബികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. സമയം വിശാലുണ്ട്, ഇപ്പൊ തന്നെ വന്നല്ലോ വിളിക്കാൻ എന്നൊരർത്ഥത്തിൽ. എന്താപ്പ ഇതിങ്ങനെ? കാലവക്കാന ശാരിബുഹു ഖദ് വഫാ. അപ്പോഴുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മീശ വളർന്നു കിടക്കുന്നുണ്ട്. ഫഖാല ലഹു, അപ്പോൾ അവിടുത്തോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ബിലാലെ, അഖുസ്സുഹു ലക അലാ സിവാക്കിൻ, ഞാൻ മിസ്വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വെട്ടിത്തരാം. ഇത് മീശ നീണ്ടു കിടക്കാണല്ലോ, അപ്പൊ മിസ്വാക്ക് ഇങ്ങനെ വെച്ചാൽ അത് ഒപ്പിച്ച് വെട്ടാൻ പറ്റും. അല്ലെങ്കിൽ ചുണ്ടിന്റെ മേലെ മിസ്വാക്ക് വെച്ച് അതിന്റെ മേലേക്ക് മീശയുടെ രോമങ്ങളായാൽ കത്രി കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് ചുണ്ടിന് പരിക്കില്ലാതെ മീശ വെട്ടാൻ കഴിയും. രണ്ടു നിലയിലും ആകാം. ഖുസ്സഹു അലാ സിവാക്കിൻ, അല്ലെങ്കിൽ മിസ്വാക്ക് വെച്ച് വെട്ട് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവിടെ പൊരിച്ച മാംസം കഴിച്ചു. നിസ്കരിക്കാൻ വിളിച്ചപ്പോ അത് വെച്ചിട്ട് പോയി എന്നാണ്. حدثنا واصل بن عبد الله حدثنا محمد بن فضيل عن نبي حيان التيمي عن نبي زرعة عن نبي هريرة قال أتي النبي صلى الله عليه وسلم بلحم, മാംസം കൊണ്ടുവരപ്പെട്ടു. ഫറുഫിഅ ഇലൈഹി ദിറാഉ, കുറക് അല്ലെങ്കിൽ കൈ ഭാഗത്തുള്ള മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തപ്പെട്ടു. വകാനത്ത് തുഅജിബുഹു, അത് തങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഫനഹശ മിൻഹാ, അതിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിച്ചു തിന്നു. ഖബദ അല ലഹമി ബിഅത്റാഫി അസ്നാനിഹി, പല്ലുകൊണ്ട് കടിച്ചു തിന്നു. حدثنا محمد بن بشار حدثنا ابو داود عن زهير عن ابن محمد عن ابي اسحاق عن سعيد بن اياض عن ابن مسعود قال كان رسول الله صلى الله عليه وسلم يحبه الذراع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കുറവ് കൈയുടെ മാംസം ഇഷ്ടമായിരുന്നു. വസുമ്മ ഫി ദിറാഇ, ആ കുറക് മാംസത്തിൽ വിഷം ഊട്ടിയിട്ട് നൽകപ്പെട്ടു. വകാന യുറാ അന്നൽ യഹൂദ സമ്മൂഹു, യഹൂദികളാണ് ആ വിഷമൂട്ടിയ ഭക്ഷണം നൽകിയത്. حدثنا محمد بن بشار حدثنا مسلم بن ابراهيم اخبرنا ابان بن يزيد عن قتادة عن شهر بن حوشب عن نبي عبيد قال طبخت للنبي صلى الله عليه وسلم قدرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചട്ടിയിൽ മാംസം വേവിച്ചു ഞാൻ. കാന യുജിബുഹു ദിറാഉ, കുറക് കൈയുടെ ഭാഗത്തുള്ള മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നു. ഫനാവൽതുഹു ദിറാഅ, ഞാനത് കൊണ്ടുകൊടുത്തു. കാല നാവിൽനി ദിറാഅ, ഒരു കൈയുടെ മാംസം കൊണ്ട് കൊണ്ടുവരി. ഫനാവൽതുഹു, ഞാൻ കൊണ്ടുകൊടുത്തു. സുമ്മ കാല നാവിൽനി ദിറാഅ, ഒന്നും കൂടി കൊണ്ടുവരി. ദിറാഅ തന്നെ. ഫഖുൽതു യാ റസൂലല്ലാഹ് കം ലിശാത്തി മിൻ ദിറാഇൻ, ഒരാടിന് എത്ര കൈന്റെ ഭക്ഷണം ഭാഗം ഉണ്ടാവും? ഫഖാല വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ ഉടമസ്ഥതയിലാണോ, അഥവാ എന്റെ അധിപനായ അല്ലാഹുവിൽ സത്യം, ലൗ സക്കത്ത, നിങ്ങൾ മറുചോദ്യം ചോദിക്കാതെ ചട്ടിയിലേക്ക് എടുക്കാൻ വേണ്ടി പോയിരുന്നെങ്കിൽ ലനാവൽതനി ദിറാഅ മാ ദഅഉതു, ഞാൻ ചോദിക്കുന്നിടത്തോളം പ്രാവശ്യം നിങ്ങൾക്കത് കൊണ്ടുതരാൻ പറ്റിയേനെ. മോചിതത്വം കൊണ്ട് പല പ്രാവശ്യവും ഭക്ഷണം അധികരിച്ചത് ഉണ്ട്. അപ്രകാരം വന്നേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കൈയുടെ ഭാഗത്തുള്ള ആടിന്റെ മാംസം വളരെ ഇഷ്ടമായിരുന്നു. അന്ന് വിഷമൂട്ടിക്കൊടുത്തവർക്ക് അതറിയാം. പിന്നീട് അവര് ഇസ്ലാമായി. സൈനബ് അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ വിഷമൂട്ടി തന്നത്? പറഞ്ഞു, സത്യനബിയാണെങ്കിൽ മോചിതത്വം കൊണ്ട് അത് തിരിച്ചറിയും, ബാധിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. വ്യാജ നബിയാണെങ്കിൽ പിന്നെ ആ നബിന്റെ ശല്യം ഇവിടെ വേണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാണെന്ന് അവര് പറഞ്ഞു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ആട്ടിൽ നിന്ന് കൈയുടെ ഭാഗത്തുള്ള മാംസം ഇഷ്ടമായിരുന്നു.
حدثنا الحسن بن محمد الزعفراني حدثنا يحيى بن عباد بن فليح بن سليمان قال حدثني رجل من بني عباد يقال له عبد الوهاب بن يحيى بن عباد عن عبد الله بن الزبير أن عائشة رضي الله عنها قالت ما كانت الذراع أحب اللحم إلى رسول الله صلى الله عليه وسلم ولكنه كان لا يجد اللحم إلا غبا. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അത് ഇടക്കിടക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ, ആവശ്യത്തിനും എപ്പോഴും ഒന്നും കിട്ടിയിരുന്നില്ല. വക്കാന യഅജലു ഇലൈഹാ, ഭക്ഷണം കൊണ്ടുവച്ചാൽ അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അഥവാ തങ്ങൾ താല്പര്യത്തോടെ എടുക്കും. യന്നഹാ അഅജലുഹാ നുളുജൻ, ദഹിക്കാൻ നല്ലത് അതാണ്, വേഗം ദഹിക്കും. حدثنا محمود بن غيلان حدثنا أبو أحمد أنبأنا مسعر قال سمعت شيخا من فهم قال سمعت عبد الله بن جعفر يقول سمعت رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم പറഞ്ഞു إن أطيب اللحم لحم الظهر, മുതുക ഭാഗത്തുള്ള മാംസം ഏറ്റവും നല്ല പരിശുദ്ധിയുള്ള മാംസമാണ്, നല്ല നല്ല മാംസമാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാറുണ്ടായിരുന്നു. ഒന്നായിട്ട് എന്നും അതുകൊണ്ട് മാംസം കഴിക്കണമെന്നല്ല. ലാ തജ്അലൂ ബുതൂനക്കും മഖാബിറ ലിൽ ഹയവാൻ, ജന്തുക്കളുടെ മഖബറയാക്കി നിങ്ങളുടെ വയറ് മാറ്റല്ലേ എന്നൊരു പ്രയോഗമുണ്ട്. അവ എന്നും ഇങ്ങനെ കഴിക്കാന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഈ മാട് മാംസം ഇഷ്ടമായിരുന്നെങ്കിലും അന്നത്തെ ജീവിതാവസ്ഥയിൽ ആഗ്രഹിക്കുമ്പോഴെല്ലാം കിട്ടുകയോ അല്ലെങ്കിൽ സുലഭമായി ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. حدثنا سفيان بن وكيع أخبرنا يزيد بن حباب عن عبد الله بن مؤمل عن ابن أبي مليكة عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال نعم اللدام الخل, സുർക്ക എത്ര നല്ല കറിയാണ്. حدثنا أبو قريب حدثنا أبو بكر بن عياش عن ثابت بن أبي حمزة الثمالي عن الشعبي عن أم هانئ رضي الله عنها قالت دخل علي المصطفى صلى الله عليه وسلم, എൻ്റെ അടുക്കലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കടന്നു വന്നു. فقال عندك شيء, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? فقلت لا, ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഇല്ലാ ഖുബ്സുൻ യാബിസുൻ വഖല്ലുൻ, ഉണങ്ങിയ റൊട്ടിയും സുർക്കയുമല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. فقال صلى الله عليه وسلم هاتي ما أقفر بيت من أدم فيه خل, സുർക്കയുള്ള വീട്ടിൽ ഒരിക്കലും കറിയില്ലാതാവുകയില്ല, അതുകൊണ്ട് കൊണ്ടുവരൂ. ഇതേ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്കയിൽ വന്ന്, മക്കം ഫത്ഹിൽ നിന്ന് വന്നു. ചോദിച്ചു, വല്ലതും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല, ഇവിടെ കഴിച്ചതിന്റെ പീസായി ഒറ്റപ്പെട്ട് കിടക്കുന്ന കഷ്ണം റൊട്ടികൾ മാത്രമേ ഉള്ളൂ. കറിയുണ്ടോ? കറിയുമില്ല. വെള്ളത്തിൽ നനച്ച് അത് കഴിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ അന്ന് പള്ളിയിലേക്ക് പോയത്, കഅബത്തിന്റെ അടുക്കലേക്ക് പോയത്. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി. حدثنا محمد بن المثنى حدثنا محمد بن جعفر حدثنا شعبة عن عمرو بن مرة عن مرة الهمداني النبي موسى الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال فضل عائشة على النساء كفضل الثريد على سائر الطعام. ഇതര സ്ത്രീകളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള മഹത്വം ഭക്ഷണങ്ങളിൽ വെച്ച് സരീദിനുള്ള മഹത്വം പോലെയാണ്. സരീദ് എന്ന് പറഞ്ഞാൽ കഷ്ണം, റൊട്ടി കഷ്ണങ്ങളും മാംസക്കഷ്ണങ്ങളും ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഭക്ഷണമാണ് സരീദ്. നല്ല ഭക്ഷണമാണ്. حدثنا علي بن حجر حدثنا إسماعيل بن أبي جعفر حدثنا عبد الله بن عبد الرحمن بن
معمر الأنصاري أبو طوالة أنه سمع أنس بن مالك يقول أنس رضي الله عنه പറയുന്നത് ഞാൻ കേട്ടു قال رسول الله صلى الله عليه وسلم فضل عائشة على النساء كفضل السرير على سائر الطعام എല്ലാവരിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള മഹത്വം എല്ലാ ഭക്ഷണത്തിൽ നിന്നും സരീദിനുള്ള മഹത്വം പോലെയാണ്. حدثنا قتيبة بن سعيد أخبرنا عبد العزيز بن محمد بن سهيل بن أبي صالح النبي النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم توضأ من نكل ثور أقط നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽക്കട്ടി കഴിച്ചതിന് ശേഷം വുളൂ ചെയ്തു. ثم رآه أكل من كتف شاة അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിന്റെ മാംസം കഴിച്ചു. ثم صلى ولم يتوضأ അവിടുന്ന് വുളൂ ചെയ്തില്ല, നിസ്കരിച്ചു. അപ്പോൾ മാംസം കഴിച്ചിട്ട് പിന്നെ വുളൂ എടുക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പിന്നെ വുളൂ ചെയ്തില്ല. ഇതിന്റെ ആവശ്യമില്ല. ശർഈയായ വുളൂ ഭാഷാപരമായി കൈ കഴുകുന്നതിനും വുളൂ എന്ന് പറയും. അത് ചെയ്തതായി റിവായത്തുകൾ കാണാനും കഴിയും. حدثنا ابن ابي عمر حدثنا سفيان بن عيينة عن وائل بن داود التيمي عن ابنه بكر بن وائل الزهري عن انس بن مالك رضي الله عنه قال اولم رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീമത്ത് നൽകി അലാ സഫിയ്യ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചപ്പോൾ ബിതംരിൻ വസവീഖിൻ കാരക്കയും ഗോതമ്പും മാംസവും കൊണ്ടുള്ള ഒരു തരം ഭക്ഷണവും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കാരം കൊടുത്തത്. അതല്ലെങ്കിൽ ഗോതമ്പും മാവും കാരക്കയും ചേർത്ത് കൊണ്ടുകൊടുത്തു ഉള്ള പ്രത്യേകമായ ഭക്ഷണം ഒരുക്കി കൊടുത്തു. حدثنا حسين بن محمد البصري حدثنا الفضيل بن سليمان حدثنا فائد مولى عبيد الله بن علي بن ابي رافع مولى رسول الله صلى الله عليه وسلم قال حدثني عبيد الله بن علي عن جدته سلمى رضي الله عنها وعنه أن الحسن بن علي وابن عباس وابن جعفر أتوها മഹദി അവരുടെ അടുക്കലേക്ക് ഇബ്നു അബ്ബാസ് തങ്ങളും ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹും ജഅഫർ റളിയല്ലാഹു അൻഹു മൂന്നാളും കൂടി ചെന്നു. ഖാലൂ ലഹാ എന്നിട്ട് അവർ പറഞ്ഞു മഹദിയോട് ഇസ്നഈ ലനാ തുആമൻ മിമ്മാ കാന യുഅജിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുഹസ്സിനു അക്ലഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി കഴിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഭക്ഷണം ഞങ്ങൾക്കൊന്ന് ഉണ്ടാക്കി തരുമോ? ഫഖാലത് യാ ബുനയ്യ ലാ തഷ്തഹീഹി അൽയൗം മക്കളെ അതൊന്നും ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഖാല ബലാ ഇസ്നഈഹി ലനാ എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കി തരൂ, ഞങ്ങളൊന്ന് കഴിച്ചോക്കട്ടെ. ഫഖാമത്ത് മഹദി എഴുന്നേറ്റു. ഫഅഖദത് ശൈഅൻ മിൻ ശഈരിൻ അല്പം ഗോതമ്പ് മാവെടുത്തു. ഫതഹനതുഹു അത് കുഴച്ചു. ثم جعلته في قدر അതൊരു ചട്ടിയിൽ വെച്ചു. വസബ്ബത് അലൈഹി ശൈഅൻ മിൻ സൈത്തിൻ അല്പം സൈത്ത് അതിൽ വീഴ്ത്തി. വദഖത്തിൽ ഫുൽഫുല വത്തവാബില അല്പം മസാലയും മുളകുപൊടിയും അതിലിങ്ങനെ വിതറി. ഫഖറബതുഹു ഇലൈഹിം അതുകൊണ്ട് വെച്ചു കൊടുത്തു. ഫഖാലത് എന്നിട്ട് മഹദി പറഞ്ഞു ഹാദാ മിമ്മാ കാന യുഅജിബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുഹസ്സിനു അക്ലഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി കഴിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഭക്ഷണം ഇതാണ്, അല്ലാതെ വലിയ കോളുള്ള ഭക്ഷണമൊന്നുമല്ല. എത്ര വേഗം പാകപ്പെട്ടു ഇതായിരുന്നു. حدثنا محمود بن غيلان أخبرنا أبو أحمد حدثنا سفيان عن الأسود بن قيس عن نبيح العنزي عن جابر بن عبد الله قال أتانا رسول الله صلى الله عليه وسلم في منزلنا ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ് ഞങ്ങളെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഫദബഹനാ ലഹു ഷാത്തൻ തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആടറുത്തു. കഅന്നഹും ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഅന്നഹും അലിമു അന്നാ നുഹിബ്ബുൽ ലഹ്മ നമുക്ക് മാംസം നല്ല ഇഷ്ടമാണെന്ന് ഒരു അറിഞ്ഞ മാതിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. വഫിൽ ഹദീസ് ഖിസ്സത്തുൻ നീണ്ട ഹദീസാണ്. حدثنا ابن ابي عمر حدثنا سفيان وحدثنا عبد الله بن محمد بن عقيل انه سمع جابرا قال سفيان واخبرنا محمد بن المنكدر عن جابر رضي الله عنه قال
ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന മഅഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കൂടെ ഞാനും പുറപ്പെട്ടു. ഫദഖല അലാ ഇംറഅത്തിൻ മിനൽ അൻസാർ, ഒരു അൻസാരി മഹദിയുടെ അടുക്കലെത്തി. ഫദബഹതു ലഹു ഷാത്തൻ ഫഅകല മിന്ന, ആടറുത്ത് ഭക്ഷണം കൊടുത്തു, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വഅതതുഹു ബിഖിനാഇൻ, ഒരു വട്ടി കൊണ്ടുവന്നു. മിൻ റുത്തബിൻ, കാരക്കുള്ള ഒരു വട്ടിക്കകത്ത് കുറച്ച് കാരക്കുണ്ട്. ഫഅകല മിന്നു സുമ്മ തവല്ലഅ ലിദ്ദുഹരി, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ളുഹറിന് വേണ്ടി വുളു എടുത്ത് നിസ്കരിച്ചു. വസല്ല, നിസ്കരിച്ചു. സുമ്മൻ സ്വറഫ, പിന്നെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നാണ്ട് പോയി. ഫഅതതുഹു ബിഉലാലത്തിൻ മിൻ ഉലാലത്തി ഷാത്തി, നേരത്തെ കഴിച്ച ആടിന് മാംസത്തിന്റെ ബാക്കി അല്ലെങ്കിൽ സൂപ്പ്, അത് റെഡിയാക്കി അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. സുമ്മ സ്വല്ലൽ അസ്റ ഫലം യതവല്ല, പിന്നെ അസ്ർ നിസ്കരിക്കാൻ പോയി, വുളു എടുത്തില്ല. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ രീതികളാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അല്പസമയം ദീർഘമായി, എന്നാലും ഒരു 3 ഹദീസ് കൂടി നമുക്ക് ഓതി ഈ അധ്യായം പൂർത്തീകരിക്കാം. അനുവാചകർക്ക് അല്പം ധൈര്യം. ഖാലത്ത് ഫഅതാനി യൗമൻ, ഒരു ദിവസം വന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഉഹദിയത്ത് ലനാ ഹദിയത്തുൻ, ഇന്ന് നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. വമാ ഹിയ, എന്താണത്? ഖുൽതു ഹൈസാണ് കിട്ടിയത്, നെയ്യും പാൽക്കട്ടിയും കൂടെ ചേർത്തുണ്ടാക്കിയ, കാരക്കയെല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ നല്ലൊരു തരം ഭക്ഷണം. ഖാല അമാ ഇന്നി അസ്ബഹ്തു സ്വായിമൻ, ഞാനിന്ന് നോമ്പാക്കാൻ വിചാരിച്ചേനു. എന്നിട്ട് കാലത്ത് സുമ്മാക്കല, പിന്നെ ഭക്ഷണം വന്നപ്പോ അന്നത്തെ സുന്നത്തൊന്നും വേണ്ടാച്ചു, അന്ന് ഭക്ഷണം കഴിച്ചു. حدثنا محمد بن عبد الرحمن حدثنا عمر بن حفص بن غياث أخبرنا أبي عن محمد بن أبي يحيى الأسلمي عن يزيد بن أبي أمية الأعور عن يوسف بن عبد الله بن السلام قال رأيت النبي صلى الله عليه وسلم أخذ كسرة من خبز الشعير, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു റൊട്ടി കഷ്ണം എടുത്തു. ഫവളഅ അലൈഹാ തംറത്തൻ, അതിൽ കാരക്ക വെച്ചു, കാരക്കയുടെ ഒരു ഭക്ഷണവും വെച്ചു. വഖാല ഹാദിഹി ഇദാമു ഹാദിഹി, ഈ റൊട്ടിയുടെ കറി ഇതാണ്. ഫഅകല, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കഴിച്ചു. ചിലപ്പോൾ കറിയില്ലാത്തപ്പോൾ ചില ആളുകൾ കിട്ടിയ സാധനങ്ങൾ പഴമോ മറ്റൊക്കെ ചേർത്ത് റൊട്ടി കഴിക്കണ മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറിയില്ലാത്തപ്പോൾ ഉള്ളത് കറിയാക്കി. حدثنا عبد الله بن عبد الرحمن أخبرنا سعيد بن سليمان عن عباد بن العوام عن حميد عن أنس رضي الله عنه أن النبي صلى الله عليه وسلم كان يعجبه السفل, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഫ്ല് ഭയങ്കര ഇഷ്ടമായിരുന്നു. قال عبد الله يعني, അതുകൊണ്ടുള്ള ഉദ്ദേശം മാ ബഖിയ മിന തുആമി, ഭക്ഷണത്തിൽ നിന്ന് അതിന്റെ പാത്രത്തിന്റെ താഴ്ഭാഗത്ത് ബാക്കിയാകുന്നത് തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലളിതമായ ഭക്ഷണ ജീവിതത്തിന്റെ ഒരു പ്രാഥമിക വായനയാണ് നമ്മൾ കേട്ടത്. അല്ലാഹു തആല ഈ പാരായണത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അനുബന്ധങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മറ്റു ചില അനുവാചകർ പങ്കെടുക്കുന്ന ആളുകൾ ഉയർത്തിയ സംശയങ്ങൾക്കുള്ള ചെറിയ നിവാരണങ്ങളും പറയും. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.